ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പീനട്ട് ബട്ടർ. അത് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കപ്പലണ്ടി. ഇത് ഒരു 1/4 കിലോയോളം ഉള്ള കപ്പലണ്ടിയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്ക് വേറൊരു ആവശ്യത്തിന്. അത്രയും ഇത്രയും കാണുന്നില്ലേ, ഇത്രയും എടുത്ത് ഇട്ട് നമുക്ക് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് റോസ്റ്റായി വരുമ്പോഴേക്കും അത് ഒത്തിരി തീ കൂട്ടരുത്, മീഡിയം തീയിലിട്ട് നല്ല റോസ്റ്റ് ചെയ്ത് വയ്ക്കണം. അപ്പം നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്കിട്ട് ചെറുതായിട്ട് തണുത്ത് തുടങ്ങണം. തണുത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലിയെല്ലാം പതുക്കെ റിമൂവ് ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ ദേ നമ്മൾ നിലക്കടല അല്ലെ കപ്പലണ്ടി തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് പതുക്കെ അതിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ചെറിയ രീതിയിൽ ക്രഷ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം ഞാനത് മിക്സിയിൽ കൊണ്ടുപോയി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് കാണിച്ചേക്കുവാണ്. ഇത് നോക്ക്, അതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അത് ഒന്നും കൂടി ക്രഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ മിക്സിയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് മിക്സി ഓണാക്കി കൊടുക്കണം. ക്രഷ് മാറ്റി സ്പീഡിൽ 1-ൽ 2-ലൊക്കെ 2-3 പ്രാവശ്യം ഇടുമ്പോഴേക്കും ഇതുപോലെ ആകും. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് ഓയിൽ ഇറങ്ങി വരും. നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് തേനോ പഞ്ചസാരയാണ് യൂസ് ചെയ്യേണ്ടത്. അത് എൻ്റെ കയ്യിൽ തേനില്ലാത്തത് കൊണ്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനിയും നമുക്കിത് മിക്സിയിൽ കൊണ്ടുപോയി നന്നായിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അതിൽ ഓയിലും എല്ലാം ഇറങ്ങി നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് നോക്കിക്ക്, സ്പൂണിലെടുക്കുമ്പോൾ നല്ല ഇതായിട്ട് അത് ഇനിയും ഒന്നും കൂടി 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് മിക്സി നമ്മൾ ഓവറായിട്ട് ഒന്നിച്ചടിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു കുപ്പി ഭരണിയിൽ ഇട്ട് അടച്ച് സൂക്ഷിച്ച് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സാധിക്കും. കുറഞ്ഞ കപ്പലണ്ടി കൊണ്ട് നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ സാധിച്ചില്ലേ. ഇത് കടയിൽ പോയി വാങ്ങിച്ചാൽ 150-160 രൂപയാണ്. നമ്മൾ എന്തോരം കപ്പലണ്ടി എടുത്തു. അപ്പം ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ